ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് മുന്നേ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. മുട്ടയുടെ വെള്ള വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പല രീതിയിൽ വിപ്പിംഗ് ക്രീം ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു സിംഗിൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മൾ മിക്സിയിലും അല്ല വിസ്കിലും ബീറ്ററിലും മുട്ടയുടെ വെള്ള വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വിപ്പിംഗ് ക്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മിസ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. ഗീവയുടെ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലൊരു പാനോ പാത്രമോ എന്തെങ്കിലും എടുത്ത് വെക്കണം. ഇനി ഇതിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗൾ വെക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബൗൾ ഒട്ടും തന്നെ നനവ് പാടില്ല, എങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വിചാരിക്കുന്ന രീതിയിൽ വിപ്പ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ വേണം നമ്മൾ ബൗൾ എടുക്കാൻ. ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത്. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞ എടുക്കരുത്, വെള്ള മാത്രം. ഇത് നമുക്കിനി ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗളിലോട്ട് മാറ്റാം. നമ്മൾ താഴ്ഭാഗത്തൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ പുറത്ത് ഈ ബൗൾ വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്, ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് ബീറ്റായി കിട്ടാനും പിന്നെ ആ പച്ച മുട്ടയുടെ ഒരു മണവും ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ താഴ്ഭാഗത്ത് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളടുത്ത് പൊടിച്ച പഞ്ചസാര ഇല്ലെങ്കിൽ അല്ലാതെ സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഫസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ നിങ്ങൾ എന്തായാലും ചേർക്കണം. നമ്മൾ കറക്റ്റ് ഒരു ആ വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടാനും നല്ല ഒരു കട്ടിയായിട്ട് കിട്ടാനുമാണ് നമ്മൾ ആ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കോൺഫ്ലോർ എല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പതിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ വെള്ളം മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ സാധാരണ ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, ഇങ്ങനെ അല്പമായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടാനുള്ള ടിപ്സാണ്. നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്പമായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് നമ്മുടെ ക്രീം മാറും. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല പെർഫെക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ആയി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, നമുക്ക് മുട്ട ചേർത്തുകൊണ്ട് മുട്ടയുടെ ഒരു മണം വരില്ലേ? അത് മാറാനായിട്ടാണ് നമ്മൾ ഇതിലോട്ട് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ ലോ സ്പീഡിൽ ചെയ്തിട്ട് വേണം സ്പീഡ് കൂട്ടി കൊടുക്കാൻ. ഇതൊരു 6 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്, നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുട്ടയുടെ വെള്ളയിൽ നിന്നാണ് ഈ വിപ്പിംഗ് ക്രീം ചെയ്തതെന്ന്. ടേസ്റ്റ് ചെയ്താൽ ഒട്ടും തന്നെ തോന്നില്ല, അത്രയ്ക്ക് കറക്റ്റ് പെർഫെക്റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ 2 മുട്ടയുടെ വെള്ളയ്ക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ അലിഞ്ഞ് വീഴുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ നല്ല സ്റ്റിഫായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം കിട്ടിയിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ചെയ്യണമെന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞു വിപ്പിംഗ് ക്രീം മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഈ നമ്മളിപ്പോൾ ചെയ്ത ഇതേ രീതിയിൽ തന്നെ ഇതേ അളവിൽ തന്നെ ചെയ്താൽ മതി. ഇതിന് മധുരം മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് പെർഫെക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുള്ളത്. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഫോർക്കോ വിസ്കോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം സൈസുള്ള മുട്ടയാണ്. അപ്പോൾ 3 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ചേർക്കരുത്, തണുപ്പെല്ലാം മാറിയതിന് ശേഷം വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ 3 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര വേണമെന്നില്ല, കാരണം ഇതിന് നമ്മളിനി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ വേണമെന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബൗൾ അതുപോലെ എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം, വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം ഈ ബൗൾ അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല കട്ടിയായിരിക്കും. അതായത് ഈ പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ ഇതുപോലെ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് നല്ല ലൂസായിട്ടുള്ള ഒരു പരുവ്, അതായത് നമ്മളിപ്പോൾ തൊടുമ്പോൾ ഒട്ടി വരുന്നൊരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ മുട്ടയുടെ വെള്ളം അത്യാവശ്യം ഒന്ന് വെന്തും കൂടെ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ കൈ എടുക്കാതെ മിക്സ് ചെയ്യണം എന്നൊന്നുമില്ല, ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇനി അത് കറക്റ്റ് പാകമായിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ പത വന്ന് തുടങ്ങും. ഇപ്പോൾ കറക്റ്റായി നല്ല ലൂസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. കാണുമ്പോൾ തന്നെ മനസ്സിൽ ഈ ഒറ്റ ലൈനായിട്ട് നമ്മളിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് വരണം. അതാണ് കറക്റ്റ് പരുവ്. ഈ ഒരു പരുവത്തിൽ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താലേ മുട്ടയിൽ നിന്ന് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ പറയുന്ന സ്റ്റെപ്പെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് മുട്ടയുടെ വെള്ളയിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബീറ്റർ വെച്ചിട്ട് മുട്ടയുടെ വെള്ളം വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ വേറെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് ബീറ്റർ ഇല്ലാതെ എങ്ങനെ വിസ്കോ ഫോർക്കോ വെച്ച് ചെയ്യാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പൂണിനും ഫോർക്കിലും വിസ്കിലും വെച്ച് നോക്കുമ്പോൾ വിസ്കിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരുപാട് റിക്വസ്റ്റ് വന്നത് ഫോർക്ക് വെച്ചിട്ട് ചെയ്ത് കാണിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഫോർക്ക് വെച്ചിട്ടാണ്. ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ഞാൻ എടുത്ത വീഡിയോ സ്പീഡിൽ കാണിക്കുകയാണ്, കാരണം ഏകദേശം ഒരു 18 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തപ്പോഴാണ്, അതായത് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇനി ഇങ്ങനെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെടുക്കുന്ന 4 കിലോ ബൗളിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. അതായത് ഒരു ക്രീമി ടെക്സ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടും. അത്യാവശ്യം നല്ല ലൂസായിട്ട് എന്നാൽ ഒരു ക്രീമി രൂപത്തിലായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, ബീറ്റ് ചെയ്യണം. അതിന് മുന്നേ ഈ മുട്ടയുടെ വെള്ളയുടെ ഒരു മണം ഉണ്ടല്ലോ, അത് മാറാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഏലക്ക നന്നായിട്ട് പഞ്ചസാരയിൽ പൊടിച്ച് അത് ചേർത്താലും മതി. അപ്പോൾ നമ്മളിവിടെ മുട്ടയിൽ ചെയ്യുന്ന വിപ്പിംഗ് ക്രീം എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ നല്ല പീക്സ് ആയിട്ട് കിട്ടുന്നതിന് മുന്നേ വരെ അത് അത്യാവശ്യം ഇങ്ങനെ ഒട്ടുന്ന പരുവത്തിനായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ ഒരു കട്ടിയിൽ വരുമ്പോൾ നല്ല ഒട്ടുന്ന പരുവായിരിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ചെയ്യുന്നവർ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഫോർക്കിനേക്കാളും നല്ലത് വിസ്ക് തന്നെയാണ്. അപ്പോൾ ഫോർക്ക് വെച്ച് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ടൈം എടുക്കും, ഒരു 18 മിനിറ്റിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കിട്ടി. പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ് ഈ വിപ്പിംഗ് ക്രീം, അതായത് നമ്മുടെ മുന്നേ ബീറ്ററിൽ ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ചെയ്തിട്ടില്ലാത്തവർ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുട്ടയുടെ വെള്ളയുടെ മണം വരില്ലേ, മുട്ടയുടെ മണം വരില്ലേ എന്നൊക്കെ. ഒട്ടും തന്നെ മണം വരില്ല. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, ഒട്ടും തന്നെ വ്യത്യാസം ഇത് കഴിക്കുന്ന ആരും തന്നെ പറയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം, വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള മുട്ടയുടെ വെള്ളയും നാരങ്ങാ നീരും പഞ്ചസാരയും വാനില എസൻസും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വിപ്പിംഗ് ക്രീം ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത 2 രീതി അല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മിക്സിയിലും ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ വെള്ളയിൽ ഒട്ടും തന്നെ മുട്ടയുടെ മഞ്ഞ വരാൻ പാടില്ല. അപ്പോൾ മഞ്ഞ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിചാരിക്കുന്ന രീതിയിൽ വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ വെള്ള ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ എടുക്കുന്ന പാത്രത്തിലും ഒട്ടും തന്നെ നനവില്ലാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ അതിലും ഒട്ടും തന്നെ, അതായത് നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിലും ഒട്ടും തന്നെ നനവില്ലാതെ വേണം ഈ ഒരു വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ 1/4 കപ്പും 3 ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി. ആ മുട്ടയുടെ മണമൊന്നും എടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ, അതായത് ആ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ മിക്സിയിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പതഞ്ഞ് കിട്ടും. ആ ഒരു രീതിയിൽ, അതായത് നല്ല പോലെ പതഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ പത പോലെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവാണ്. ഈ ഒരു മൈദയും നാരങ്ങാനീരും ഉപ്പും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു പതഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും, മിക്സിയിൽ ചെയ്താലും കിട്ടും. അപ്പോൾ ആദ്യം ഒരു ലോ സ്പീഡിലിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് സ്പീഡ് നല്ലതായിട്ട് കൂട്ടി കൊടുക്കുക. അത് 1 മിനിറ്റ് ഹൈ സ്പീഡിൽ ഇങ്ങനെ ഒന്ന് കറക്കി എടുത്താൽ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മിക്സിയിലും കിട്ടും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ചേർക്കരുത്, അതിൻ്റെ മണം ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ എന്ത് വേണോ വെജിറ്റബിൾ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് സ്പീഡിലൊന്നും അടിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു സോസ് പാനിലോട്ട് മാറ്റി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അതായത് ഇപ്പോൾ ഒന്ന് പതഞ്ഞല്ലേ ഇരിക്കുന്നത്, ഇതൊന്ന് കുറുകി വരണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ചെയ്യുക, കാരണം കൈ എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പതയായിട്ട് വരും, അത് മേഘമൊക്കെ ഇരിക്കില്ല അതുപോലെ വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ഫ്ലെയിം ഇടരുത്, പിന്നെ അത് അടുക്കി പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നല്ല ക്രീമി ആയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ലതുപോലെ തണുത്ത് കിട്ടും. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കറക്കിയെടുക്കുക, ഒരുപാട് സ്പീഡിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്ത നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടയുടെ വെള്ളം വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ്. പിന്നെ ഇതിന് മുട്ടയുടെ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ മുട്ട നല്ലതുപോലെ വെന്തതിന് ശേഷമാണ് നമ്മൾ ക്രീമാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം 3 തരത്തിൽ ചെയ്തിട്ടുണ്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുമ്പോഴും വിസ്ക് വെച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ചെയ്യുമ്പോഴും മിക്സി വെച്ച് ചെയ്യുമ്പോഴും മുട്ടയുടെ ക്രീമിന് വരുന്ന ക്വാണ്ടിറ്റിയിലെ വ്യത്യാസം അത് അത്യാവശ്യം വലുത് തന്നെയാണ്. മിക്സിയിൽ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്നതിൻ്റെ അത്രയും ക്വാണ്ടിറ്റി വരില്ല. അപ്പോൾ അതാണ് ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ ടേസ്റ്റിനൊന്നും ഒട്ടും തന്നെ വ്യത്യാസം വരില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നും പെട്ടെന്ന് കിട്ടാത്ത ഈ ഒരു സമയത്ത് ഇങ്ങനെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിപ്പിംഗ് ക്രീമാണിത്. പിന്നെ ഇത് കൂടാതെ മുട്ട ഒന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ വേറെയും ഒരുപാട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പോലും ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.